നിങ്ങൾക്ക് കേട്ട് കേട്ട് ക്ഷീണമായോ? അപ്പോൾ ഒന്ന് ദീർഘശ്വാസമൊക്കെ ഒന്ന് വിട്ടൊന്ന് ശരിയാക്കി എണീക്കണമെങ്കിൽ ഒന്ന് എണീറ്റിരിക്കുക ഒക്കെ ചെയ്യാം. ഒന്ന് എണീറ്റിരുന്നോളൂ, നല്ലതാണ്. കുറേ നേരം ഇരിക്കാൻ വിഷമല്ലേ? നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ഏകദേശം കഴിഞ്ഞ പോലെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മുടെ സത്രശാല തത്വപ്രവചനത്തിന് മാത്രം വേണ്ടി ഒഴിഞ്ഞങ്ങോട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾ അങ്ങനെ കണക്കാക്കാം. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ ഉള്ളടക്കം തത്വമൂല്യ സിദ്ധാന്ത ബഹുലം നിർഭരമായ ആ തത്വപ്രവചന പരമ്പര തുടങ്ങിയെന്ന് തന്നെ വിചാരിക്കാം. ഞാൻ ആരംഭിക്കട്ടെ. യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ ഹരി ഓം തസ് ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ എല്ലാവരും കൂടി ചേർന്ന് ഓങ്കാരം ജപിക്കാം. ഇതുവരെയൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പം നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നല്ലോണം കേൾക്കാം. സംയുക്തമായിരിക്കുന്ന ഒരു ഓങ്കാര ജപ തപസ്സാണത്. ഈ സംയുക്ത സ്വരത്തിൻ്റെ ഉദ്ദേശം ഈ നൈമിഷാരണ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ കേരള സംസ്ഥാനത്തിൽ മുഴുവൻ നിറഞ്ഞ് ഈ ഉപഭൂഖണ്ഡത്തെയും കവച്ചു വെച്ച് ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു പ്രസരണ വിശേഷമായി തീരണം ഈ സംയുക്ത ജപതപസ് എന്നായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം. മനുഷ്യ മനസ്സിന് മാത്രമേ ഇങ്ങനെയുള്ള ഒരു സങ്കല്പം നടത്താനും അത് സഫലീകരിക്കാനുമുള്ള സാധ്യതയുള്ളൂ, ശക്തിയുള്ളൂ, പ്രഭാവമുള്ളൂ. ഈശ്വരനെ ലോകത്തെ സൃഷ്ടിച്ചത് സങ്കല്പശക്തി കൊണ്ടാണ്. അതേ സങ്കല്പശക്തിയാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലും ഹൃദയത്തിലും പ്രകാശിക്കുന്നത്. അപ്പം നാം എന്തെങ്കിലും സങ്കല്പിച്ചാൽ ആ സങ്കല്പിക്കുന്ന ആളുടെ ശുദ്ധിയും ഇച്ഛാശക്തിയും അനുസരിച്ച് അത് സഫലമാകുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ മനസ്സ് ആഗോളം വ്യാപകമായി തീരട്ടെ. മുക്തകണ്ഠം എല്ലാവരും എന്നോടുകൂടി ഓങ്കാരം 3 തവണ ജപിക്കുക. പോരാന്ന് പറയിപ്പിക്കരുത്. ഹരിഃ ഹരിഃ. ഓ പോരല്ലോ, സദസ്സിനനുസരിച്ച് ശബ്ദമായില്ല. ഇതാ എല്ലാവരും ഓ ഹരി ഓം തത്സ. ജയഗുരു. ഭാരത ജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, 15 കൊല്ലമായി
ഈ വിശേഷപ്പെട്ട സത്രശാലയിൽ നൈമിഷാരണ്യ സത്രശാലയിൽ ശ്രീമദ് ഭാഗവതത്തെ ആധാരമാക്കി അതിൽ വ്യാസദേവനും മറ്റുള്ളവരും പ്രതിപാദിച്ചിട്ടുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ ഊടും പാവുമായി തീരേണ്ടതായ മൂല്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് അതേമാതിരി തന്നെ വളരെ പ്രസക്തിയോടും പ്രാബല്യത്തോടും കൂടി തത്വപ്രവചന പരമ്പര നടത്തണം എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. എന്നാൽ അതിന് പറ്റിയ പ്രവക്താക്കളെ കിട്ടുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമ്മളെ പ്രധാനമായി നിർദ്ദേശിച്ചു കൊണ്ടിരുന്ന പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയും മറ്റും പറയുണ്ടായി. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു നിർബന്ധമോ ഒരു ആവേശമോ ഒരു ഉത്സാഹമോ ഒരു പ്രേരണയോ ചെലുത്തിയാൽ പലരും ആ വഴിക്ക് ചിന്തിച്ച് സംസാരിക്കാൻ പുറപ്പെടും എന്നും അദ്ദേഹം പറയുണ്ടായി. അന്ന് മുതൽക്ക് ഇന്നേ വരെ ഈ സത്രശാല നല്ല നല്ല പ്രവക്താക്കളെ കൊണ്ടുവന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ കഥനം ചെയ്തു പോകുന്നത് മാത്രമല്ലാതെ ആ കഥകൾ എന്തിനെ ആവിഷ്കരിച്ചു, അതിലുള്ള സംവാദങ്ങളുടെ അർത്ഥമെന്ത്, ആശയമെന്ത്, സംവാദത്തിൽ പങ്കെടുത്തവരുടെ വ്യക്തിത്വം എന്ത്, ഗ്രന്ഥകാരൻ തന്നെ ആര്, അദ്ദേഹം എന്തുദ്ദേശിച്ചു എന്ന് തുടങ്ങി ആ വലിയ സംഹിതയെക്കുറിച്ച് എന്തെല്ലാം ജനങ്ങൾക്ക് പറയാനുണ്ടോ അത് മുഴുവനും പ്രവക്താക്കൾക്ക് പറയാനുള്ള ഒരു വേദി ഒരുക്കി അവർ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. വളരെ കൊല്ലങ്ങളായി എൻ്റെ മനസ്സിൽ ശ്രീമദ് ഭാഗവതത്തെ പറ്റി ഒരു ചിന്ത വന്നു കയറിയിട്ട് അതിൽ 3 ശ്ലോകങ്ങളുണ്ട് പ്രധാനപ്പെട്ടത്. 1, 2, 3. ആ ആദ്യത്തെ ശ്ലോകം ഒരുപക്ഷെ നാളെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ആ ശ്ലോകം തുടങ്ങുന്നത് തന്നെ ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ. ജന്മ ആദി അസ്യ, നാം ഈ ജീവിക്കുന്ന ലോകമുണ്ടല്ലോ, ഈ വിശ്വസൃഷ്ടികോശം, അത് എങ്ങനെ ആരിൽ നിന്ന് എപ്പോൾ ഉദ്ഭവിച്ചു, മാത്രമല്ല അതെങ്ങനെ വിശാലമായി സങ്കീർണമായിരിക്കുന്ന ഈ പ്രപഞ്ചം നിലനിർത്തുന്നു. അതിലെ സൃഷ്ടി മാത്രമല്ല, നിലനിൽപ്പ് മാത്രമല്ല, സമാന്തരമായി നാശവും സംഹാരവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് 3ഉം ഒരുപോലെ സന്തുലിതമായ നിലയിൽ കൊണ്ടു നടത്തുന്നത് എങ്ങനെ, ആര്, എന്താണ് അതിൻ്റെ നിഗൂഢമായിരിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും, ഇതൊക്കെ പ്രതിപാദിക്കുകയാണ് ഈ ശാസ്ത്രത്തിൽ. ജന്മ ആദി അസ്യ യതഃ. എവിടെ പോയി കാര്യങ്ങൾ ഒന്ന് പറയും. നിങ്ങളെല്ലാവരും പറയും ശ്രീമദ് ഭാഗവതം ഭക്തി ഗ്രന്ഥമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോട് തോന്നുന്ന ഭക്തിയാണ്. ഈ ഭഗവാൻ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ആവണം നമുക്ക് തോന്നുന്ന ഭക്തിയും. എൻ്റെ ഭഗവാൻ സർവ്വവ്യാപിയാണെങ്കിൽ എനിക്കും സർവ്വവ്യാപകമായിരിക്കുന്ന ഭക്തിവിശേഷം എൻ്റെ മനസ്സിൽ ഉദിക്കണം. ഭഗവാൻ ഇവിടെ ഒരു പ്രശ്നമല്ല, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഭക്തിയാണ് ഇവിടെ പ്രശ്നം. ആ ഭക്തി നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു, ഹൃദയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആ ഭക്തൻ ആരെ ഭജിക്കും എന്നുള്ളത് അവനാണ് നിശ്ചയിക്കാൻ. ഈശ്വരൻ നമ്മുടെ മുൻപിൽ വന്ന് നീ എന്നെ ഭജിക്കൂ എന്ന് പറയുന്നില്ല. ഈശ്വരനെ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഐച്ഛികതയാണ്. അങ്ങനെ വരുമ്പോൾ ഭഗവാൻ ഉണ്ടോ ഇല്ലയോ നമ്മളാണ് ഉത്തരം പറയാൻ. ആ ഭഗവാൻ എങ്ങനെയാണ് നാം വേണം നിർവചിക്കാൻ. ആ ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിൽ, ഭജിച്ച് സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയാൻ പോകുന്നില്ല ഈ ആൾ എന്നെ സാക്ഷാത്കരിച്ചു എന്ന്, നമ്മളാണ് പറയുന്നത്. അങ്ങനെ അടിതൊട്ട് മുടി വരെ മനുഷ്യൻ്റെ ഉൾവ്യക്തിത്വത്തെ മാത്രം ആധാരമാക്കി എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവനും. ഒരു ലോകം നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന ലോകമാണ്. ഈ ലോകത്തിന് പ്രമാണം ലോകമല്ല എൻ്റെ കൂട്ടരെ, നമ്മുടെ മനസ്സാണ്. എൻ്റെ മനസ്സും ഞാനും ഉണരുമ്പോഴേ ഈ ലോകമുള്ളൂ, ഇല്ലെങ്കിൽ ഈ ലോകമില്ല. അതുമാതിരി ഞാൻ വിശ്വസിക്കുന്ന ദൈവം പോലും എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. ഈശ്വരവിശ്വാസം ഇല്ലാത്തവരുമുണ്ട് ഈ ലോകത്തിൽ, ഈശ്വരവിശ്വാസം ഉള്ളവരുമുണ്ട്. ഈശ്വരവിശ്വാസമില്ലാത്ത ജനത ധാരാളമുണ്ട് ഈ ലോകത്തിൽ. അവരുടെ ജീവിത രീതിയും അവരുടെ സമ്പദ് വ്യവസ്ഥയും അവരുടെ ഭദ്രതയും അവിടെയുള്ള കളവോ ചതിയോ സത്യസന്ധതയോ ഒന്ന് കണക്കാക്കി നോക്കിക്കോളൂ. ഇന്ത്യയിലുള്ളതിനേക്കാൾ ഭേദപ്പെട്ട എത്രയോ രാഷ്ട്രങ്ങൾ ലോകത്തിലുണ്ട്.
നമ്മുടെ ഈശ്വര വിശ്വാസം പ്രബലമാണെങ്കിലും നാം ഇന്നും അഴിമതിയുടെ കൂത്തുരംഗമാണ്, കടുന്നൽ കൂടാണ്. നമ്മളുടെ ഭക്തിക്ക് അവിടെ നുഴഞ്ഞു കയറാൻ സാധിക്കുന്നില്ല, അതിനെ തുടച്ചു മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പം എന്താണ് ഈ ഭക്തി, എന്താണ് ഈ ഈശ്വരൻ, എന്താണ് ഈ വിശ്വാസം? ഇതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട കാര്യമുണ്ട്. ശ്രീമദ് ഭാഗവതം ഇതെല്ലാറ്റിനെയും വിശകലനം ചെയ്ത് പറയുന്നു. എന്താണ് ആ ശ്രീമദ് ഭാഗവതം? ആദ്യത്തെ 3 ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം മാറ്റി നിർത്തിയാൽ രണ്ടാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഃ ഈശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. അനവധി തവണ ഞാൻ ഈ ശ്ലോകം പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് നേടിത്തരുന്നു, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കണു. എന്ത് ചെയ്യിക്കണു? ഈശ്വരനെ നിങ്ങളുടെ ഹൃദയത്തിൽ അവരോധിപ്പിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. ഭക്തിയാണ്. ഭക്തിക്ക് ഇതാണോ ഉദ്ദേശം? എന്നാൽ ശ്രീമദ് ഭാഗവതം അത് ചെയ്യുന്നു. നിങ്ങളുടെ ഭക്തി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ വല്ലതുമാണെങ്കിൽ അതല്ല ഭാഗവതോദ്ദേശം. ശ്രീമദ് ഭാഗവതത്തിന് ഈശ്വര സദ്യോ ഹൃദ്യ അവരോധ്യതേ, പെട്ടെന്ന് ഹൃദയത്തിൽ ഈശ്വരനെ പിടിച്ച് കെട്ടണം, അവരോധിക്കണം. അങ്ങനെ അവരോധിപ്പിച്ച് തരുന്നതാണ് ഈ ശാസ്ത്രം. ഈ ഒരു കാര്യം പലയിടത്തും ഞാൻ പലതരത്തിലും പറയാറുണ്ട്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു പാരമഹംസ സംഹിതയാണ്. എന്നാൽ എല്ലാവരും അതിന് മഹാപുരാണം എന്ന് മാത്രമേ പറയുള്ളൂ. മഹാപുരാണമല്ലാതെ മഹാപുരാണ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ മഹാപുരാണമല്ല. അതൊരു പാരമഹംസ സംഹിതയാണ്. നമുക്കറിയാം, ചരക സംഹിതയുണ്ട്, സുശ്രുത സംഹിതയുണ്ട്, അഷ്ടാവക്ര സംഹിതയുണ്ട്, ഭഗവത്ഗീത സംഹിതയുണ്ട്. അതുമാതിരി ശ്രീമദ് ഭാഗവതവും ഒരു സംഹിതാശാസ്ത്രമാണെന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ആ സംഹിതയ്ക്ക് വലിയ വിശേഷമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു തത്വധാര, ഒരു വിചാരധാരയുണ്ടാവും. ആ വിചാരധാരയോടുകൂടി ബന്ധപ്പെട്ട് ഉപോദ്ബലകമായി പലതും അത് അവതരിപ്പിക്കും. മാത്രമല്ല, അന്നേ വരെ പ്രാബല്യത്തിലുള്ളതും എഴുതുന്ന സമയത്ത് പ്രാബല്യത്തിലുള്ളതുമായ സമാന്തരമായ ബന്ധപ്പെട്ട സർവ്വ ചിന്താഗതികളെയും അവതരിപ്പിച്ചിട്ടാണ് ഈ മുഖ്യധാരയെ സമർത്ഥിച്ചു കൊണ്ടുവരിക. ശ്രീമദ് ഭാഗവതത്തിൽ 18 അധ്യായമാണല്ലോ. ആ 18 അധ്യായത്തിന് 18 യോഗമാണ് പേര്. ഭഗവത്ഗീത തന്നെ എന്താ? യോഗശാസ്ത്രമാണത്. ആരെങ്കിലും അതിനെ യോഗശാസ്ത്രം എന്ന് പറയാറുണ്ടോ? പറയില്ല. മാത്രമല്ല, ബ്രഹ്മവിദ്യയാണത്. ആ ബ്രഹ്മവിദ്യയാണ് പ്രതിപാദിക്കുന്നത് എന്നുണ്ടെങ്കിലും 18 അധ്യായങ്ങൾക്ക് 18 യോഗത്തിൻ്റെ പേര് കൊടുത്തിരിക്കുക. ആദ്യത്തതോ വിഷാദയോഗം. മതി. വിഷാദമുള്ളവർക്കൊക്കെ പ്രയോഗിക്കാനുള്ളതാ ഭഗവത്ഗീത. അർജുനൻ്റെ വിഷാദത്തെയാണ് കൃഷ്ണൻ വിഷയമാക്കി ചർച്ച ചെയ്തത്. അർജുനൻ പറഞ്ഞു, എൻ്റെ മനസ്സ് വല്ലാതെ ദുഃഖിക്കുന്നു. ആ മനസ്സിലുള്ള വിഷമം, വേദന, ശരീരം ചുട്ടുനീറുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരീരത്തിന് ചുട്ടുനീറ്റുന്ന ദുഃഖം അനുഭവം ഇതേവരെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കൈ പൊന്തിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. ശരീരത്തിന് ചുട്ടുനീറ്റുന്ന ദുഃഖം 3-4 ആളെ പൊന്തിച്ചിട്ടുള്ളൂ. അപ്പം അർജുനൻ്റെ ദുഃഖം ശരീരത്തിന് ചുട്ടുനീറ്റുന്നതായിരുന്നു. അതിനെ ശമിപ്പിക്കാൻ കൃഷ്ണ, അങ്ങയുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ പറയൂ, അതില്ലെങ്കിലോ മിണ്ടാതെ ഇരുന്നോളൂ എന്നാണ് പറഞ്ഞ അർജുനൻ. അതിനുവേണ്ടി എന്നോട് 2 കാര്യം പറയരുത്. ഇഹലോകത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ച് എന്നോട് പറയരുത്, പരലോകത്തിലുള്ള സ്വർഗലാഭത്തെക്കുറിച്ചും പറയരുത്. ഇത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞ് ചെവന്ന മഷി കൊണ്ട് 2 കുത്തങ്ങട് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് പറയാണ്, ഇത് രണ്ടുമല്ലാതെ കൃഷ്ണ, എൻ്റെ പൊന്നു കൃഷ്ണ, കൃഷ്ണൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ? എനിക്ക് അങ്ങേയറ്റത്തെ ശ്രേയസ് പ്രദാനം ചെയ്യാനായി അങ്ങയുടെ കയ്യിൽ വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് അർജുനൻ നിർത്തിയത്. നിങ്ങൾ കേൾക്കണം. അതാണ് വിഷാദയോഗം. വിഷാദത്തെ യോഗമാക്കി തീർക്കുന്ന കൗശലം, ആ ഒരു പരിശീലനം നമുക്കില്ല. ഈ ശ്ലോകം ഭാഗവതത്തിൻ്റെ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ എപ്പോഴും വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ
കിം വാ പരൈഃ ഈശ്വരഃ. മഹാമുനി രചിച്ചിട്ടുള്ള ഈ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്ന് നല്ലോണം കേൾക്കണപ്പാ. മഹാമുനി രചിച്ചിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ മറ്റ് ശാസ്ത്രങ്ങളെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ പൊന്നു വ്യാസദേവൻ ഇങ്ങനെ ഒരു ശ്ലോകം എഴുതുമോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ എഴുതില്ല. മഹാമുനി രചിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയില്ല. അദ്ദേഹം മഹാമുനിയാണോ വേറെ വല്ലവരാണോ എന്ന് കണ്ടറിയണം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പലതും അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പം മഹാമുനി രചിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പേഴ്സണാണ്, പ്രഥമ പുരുഷനാണ്, ഉത്തമ പുരുഷനല്ല. അപ്പം മഹാമുനി രചിച്ചിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവതം ഉള്ളപ്പോൾ വേറെയുള്ള ശാസ്ത്രങ്ങൾ എന്തിന് എന്നൊരു ചോദ്യം വേദവ്യാസ മഹർഷി എഴുതിയിട്ടുണ്ടാവില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ എഴുതി. വളരെ കൊല്ലങ്ങൾ മുൻപ് ഒരു ലേഖനം. ഈ ആദ്യത്തെ ശ്ലോകവും രണ്ടാമത്തെ ശ്ലോകവും മൂന്നാമത്തെ ശ്ലോകവും വ്യാസമഹർഷിയുടെ അല്ലാന്ന്. മൂന്നാമത്തതിൽ എന്താ അദ്ദേഹം പറയണത്? നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ശുഖമഹർഷിയുടെ മുഖത്തിൽ നിന്ന് തത്ത കൊത്തിയ പഴം പോലെ വീണിട്ടുള്ളതാ. തത്ത കൊത്തിയിട്ടുള്ള പഴങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അറിയാമോ? അത് സ്വാദുള്ളതേ കൊത്തുള്ളൂ. അത് കൊത്തി നോക്കിയിട്ടുള്ള പഴമാണെങ്കിൽ നല്ല സ്വാദുള്ളതാവും. നിങ്ങൾ കടയിൽ ഓറഞ്ച് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ തൊലിയിൽ അല്പസ്വല്പം ആ നിറക്കുറവോട് കൂടി ഒരു വര പോലെയൊക്കെയുള്ള ഓറഞ്ച് ഉണ്ടാവും. അത് മേടിച്ചോളൂ, അതിന് സ്വാദ് കൂടുതലാണ്. തേനീച്ച വന്ന് കടിച്ച് തിന്നിട്ടുള്ളതിൻ്റെ ആ ഒരു പാടാണ് ആ വര. ബാക്കിയുള്ള ഏത് ഓറഞ്ചിനും അത്ര നല്ല രസം ഉണ്ടാവില്ല. അതുപോലെ തത്ത കൊത്തിയ പഴം, ശുഖമഹർഷിയുടെ മുഖത്തിൽ നിന്ന് ശുഖശബ്ദത്തിൻ്റെ തത്താന്ന് അർത്ഥമുണ്ടല്ലോ. ആ തത്ത കൊത്തിയ പഴം പോലെയാണ് ശുഖമഹർഷി ഈ ഭാഗവതം എന്ന് പറഞ്ഞപ്പോൾ. എഴുതിയ വേദവ്യാസൻ ആരാ? ഒരു പരമഹംസനാണെന്ന് പറയാം. എന്നാലും അദ്ദേഹം പുത്രോത്പാദനമൊക്കെ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വംശചരിത്രമാണ് മഹാഭാരതത്തിൽ 6 തലമുറയുടെ എഴുതുന്നത്. അതൊക്കെ എഴുതി കഴിഞ്ഞു. ശുഖമഹർഷിയാണത് പറയുന്നത്. ആരാ ഈ ശുഖമഹർഷി? 16 വയസ്സ് പ്രായം, യുവ അവധൂതൻ. അപ്പോൾ പരമഹംസനാണ് വ്യാസദേവനുണ്ടെങ്കിൽ ശുഖമഹർഷി പരമഹംസൻ സ്ക്വയേർഡാ. അദ്ദേഹം പറയണമത്. പരമഹംസന്മാർ പറഞ്ഞാലേ ശ്രീമദ് ഭാഗവതം അർത്ഥമാവൂ. അതിൻ്റെ ഫലം വേണ്ടതുപോലെ പ്രകാശിക്കൂ ശ്രോതാക്കളുടെ മനസ്സിൽ. അപ്പോൾ ആ ഒരു വേദവ്യാസര് ഭാഗവതം രചിച്ചത് എപ്പോഴാണ്? അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് ശുഖമഹർഷി പരീക്ഷിത്ത് പ്രായോപവേശമെടുത്ത് ഭാഗീരഥീ തീരത്തിൽ ദർഭ വിരിച്ചിരുന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആരും പറയാതെ, വിളിക്കാതെ, ക്ഷണിക്കാതെ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് പരീക്ഷത്തിന് ബാദരായണൻ രചിച്ചിട്ടുള്ള ഭാഗവതം ഞാൻ അങ്ങേക്ക് കേൾപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം. ഞാൻ ഇത്തിരി കുട്ടിക്കുറുമ്പനുമാണല്ലോ, എനിക്ക് അറിയണം വ്യാസൻ എഴുതിയ ഭാഗവതം എവിടുന്ന് തുടങ്ങിയത്, അതിൽ വ്യാസൻ എഴുതാത്തത് എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെയുണ്ട് എന്ന്. പരീക്ഷ മുഴുവനായി എന്ന് ഞാൻ പറയില്ല, എന്നാലും കണ്ടതും തോന്നിയതും നിങ്ങളുടെ മുൻപിൽ പറയട്ടെ. എന്താ, കേൾക്കണോ അതോ അനാവശ്യമാവോ? ശ്രീമദ് ഭാഗവതം എഴുതാൻ ഒരു കാരണമുണ്ടായി. എന്താ? 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതി. ആര്? ഈ വ്യാസദേവൻ. ആരുടെ മഹാഭാരത? തൻ്റെ വംശത്തിൻ്റെ ചരിത്രം. അവരൊക്കെ ആരാ? മനുഷ്യര്. അതിൽ വേദവ്യാസൻ മാത്രമേ മഹർഷിയായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ആരൊക്കെയാ? കാമപുത്രനാണ് പാണ്ഡു, അർത്ഥപുത്രനാണ് ധൃതരാഷ്ട്രൻ, ധർമ്മപുത്രനാണ് ആരാ? വിതുരൻ, മോക്ഷപുത്രനോ ശുകൻ. ഇങ്ങനെ 4 പുത്രന്മാർക്ക് ജന്മം നൽകിയ വ്യാസദേവൻ. അദ്ദേഹം എഴുതിയിട്ടുള്ള ചരിത്രം ആരെ പറ്റിയിട്ടാ? ഈ കാമാർത്ഥപുത്രന്മാരുടെ കലഹ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഹസ്തിനപുരത്തിൻ്റെ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ ഹസ്തിനപുര ഡൈനാസ്റ്റി ഈസ് ദ ഓൺലി സബ്ജക്റ്റ് ഓഫ് നരേഷൻ ഓഫ് ദിസ് ഗ്രേറ്റ് സെയിൻറ്റ് കോൾഡ് വ്യാസദേവ. മനുഷ്യചരിത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത്.
ആ മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ആഹ്ലാദഭരിതരാക്കി തീർക്കാനോ തുള്ളിച്ചാടാനോ പറ്റിയ വലിയ ചരിത്രം ഉണ്ടാവുമോ? ഇപ്പം നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ കുടുംബചരിത്രം എഴുതാൻ പുറപ്പെട്ട ആര് വായിക്കിയത്? എന്താ നിങ്ങൾ മിണ്ടാത്തെ? നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അമ്മ? ഒരു 4-5 തലമുറ അങ്ങോട്ട് എടുത്തിട്ട് ഒരു ചരിത്രം അങ്ങോട്ട് എഴുതൂ. നിങ്ങൾക്ക് എഴുതാൻ വല്ല വകയുണ്ടാവോ? എഴുതി കഴിഞ്ഞാൽ ആര് വായിക്കും? വേദവ്യാസ മഹർഷി എഴുതിയത് എന്താ? സ്വവംശചരിത്ര. തല്ലിക്കൂടി ഉന്തിത്തള്ളി പരസ്പരം എല്ലാവരും ശ്രീകൃഷ്ണനടക്കം നശിപ്പിക്കാൻ പുറപ്പെട്ട കൃഷ്ണനടക്കം ഒലക്കയുടെ തുമ്പ് കാലിൻ്റെ അടിയിൽ വന്ന് പെട്ട അദ്ദേഹവും പോയി. കേൾക്കണോ അങ്ങനെ മഹാ? കൃഷ്ണന് വേറെ വല്ല വിധത്തിലും ആ ദേഹം വിട്ടു പോകാൻ പറ്റുമോ? പറ്റിയില്ല. തൻ്റെ കുലം തമ്മിൽ തല്ലി, പ്രഭാസ തീർത്ഥത്തിൽ തമ്മിൽ തല്ലി, ഏരകപ്പുല്ല് പറിച്ചു, അടിച്ചു, ഇടിച്ചു, കൊന്നു. അവിടെ പോയി ബലരാമൻ തടുത്തപ്പോൾ ബലരാമനും കിട്ടി പ്രഹരം. അദ്ദേഹത്തിന് ദേഷ്യവും നിരാശയും എന്നൊരു ഒറ്റ പോക്ക് പോയി. കൃഷ്ണൻ അവിടെ ചെന്നപ്പോൾ കൃഷ്ണനെയും പ്രഹരിച്ചു അവർ. ഓ സമയമായി, ഇനി എനിക്ക് ഒഴിവായിട്ട് പോവാൻ, പേടിക്കണ്ടെന്ന് പറഞ്ഞ് കൃഷ്ണൻ ഓടിച്ചെന്ന് ആലിൽ ചാരി ഇരിക്കുമ്പോഴേക്കും വന്നു അമ്പ്. അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. അങ്ങനെയാണ് കൃഷ്ണൻ ദേഹം വിട്ടത്. ഒറ്റ ആളുണ്ടായിരുന്നില്ല. ദാരുകനോട് പറഞ്ഞയക്കിയതാ, ഇന്നതാണ് സ്ഥിതികൾ, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ്. അങ്ങനെ കൃഷ്ണൻ എല്ലാം കൂടി രക്ഷിക്കാൻ വന്ന കൃഷ്ണന് പോലും ആ വൃഷ്ണികുലത്തിന് സംഭവിച്ച പാപത്തിൻ്റെ ഭാഗമായി ആ ഒലക്കയുടെ തുമ്പ് കാലിലേറ്റ് മരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ചരിത്രമാണ് ആരെഴുതിയത്? ഈ വേദവ്യാസൻ. അതെഴുതിയാൽ മനസ്സിന് സമാധാനം ഉണ്ടാവുമോ കൂട്ടരെ? എന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോണേ? നിങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ മോൻ പൊന്നുമോൻ, എൻ്റെ മോൻ പൊന്നുമോൻ, ഒന്ന് വെള്ളി, ഒന്ന് സ്വർണം, ഒന്ന് പ്ലാറ്റിനം എന്ന് പറഞ്ഞിരുന്നൂടെ നിങ്ങൾക്ക്? ആവില്ല, പറ്റില്ല. നമ്മുടെ കുടുംബത്തിലൊന്നും അങ്ങനെയുള്ള ശിരോമണികളില്ല. പരമാവധി MBA എടുത്ത് അമേരിക്കയ്ക്ക് പോവും, അല്ലെങ്കിൽ MTech എടുത്ത് അവിടെ പോയി PhD മേടിക്കും. അതിനുള്ള ആൾക്കാരേ ഉള്ളൂ. ഒക്കെ അർത്ഥപുത്രന്മാരാണ് നമ്മുടെ പുത്രന്മാർ. ധർമ്മപുത്രന്മാരുണ്ടെന്ന് വിചാരിക്കരുത്. മോക്ഷപുത്രന്മാർ നിശേഷം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ ചരിത്രം എഴുതിയാൽ ആർക്കെങ്കിലും സമാധാനമുണ്ടാവുമോ? ഉണ്ടാവില്ല, ഉണ്ടാവില്ല. വേദവ്യാസർക്കും തഥൈവ. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് മ്ലാനത, ഒന്നും നടന്നില്ല. അവസാനം എന്തു ചെയ്തു? വിഷമിച്ചിരിക്കുമ്പോൾ നാരദൻ വന്ന് പറഞ്ഞു. ആ നാരദൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഓ എന്ന് തോന്നിയത്. അങ്ങ് എന്തു വേണം എൻ്റെ മഹർഷേ, എന്തു വേണം? പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരിയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുള്ളത് എഴുതൂ. ഭഗവാനെ വർണ്ണിക്കുമ്പോഴേ നമ്മുടെ മനസ്സിന് ആഹ്ലാദഭരിതമാകാനുള്ള ശ്രവണം സാധ്യമാകൂ. നമ്മുടെ നാവിനും കയ്യിനും കഥനം സാധ്യമാകൂ. മനുഷ്യരുടെ അച്ഛനും അമ്മയ്ക്കും ജനിച്ചിട്ടുള്ള കുട്ടികളുടെ ചരിത്രം എഴുതിയാൽ അതൊന്നും കേൾക്കാനും കാണാനും ഉൾക്കൊള്ളാനും ഉണ്ടാവില്ല. ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കൂ. എത്ര വേണമെങ്കിൽ പറയാം. നോക്കൂ, വിഷ്ണു സഹസ്രനാമം. നിങ്ങളുടെ കുട്ടികളെ പറ്റി ഒരു സഹസ്രനാമം എഴുതാൻ നിങ്ങൾക്ക് പറ്റുമോ? എഴുതിയാലും ആരാണത് വായിക്കുക? നിങ്ങൾ പോലും വായിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നാരദൻ പറഞ്ഞു, അതുകൊണ്ട് എന്തു വേണം? അങ്ങ് ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കൂ. അതിനെന്തു വേണം? മഹാവിഷ്ണു ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, എൻ്റെ അച്ഛനാണ് ഞാൻ, മാനസപുത്രനാണ്. ബ്രഹ്മാവ് എനിക്ക് പറഞ്ഞു തന്നു, ഞാനിതാ തുടങ്ങി വയ്ക്കാം ചതുശ്ലോകി ഭാഗവതം. ആ ചതുശ്ലോകി ഭാഗവതം നാരദൻ്റെ മുഖത്തിൽ നിന്ന് കേട്ടത് മുതൽക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ വ്യാസദേവൻ്റെ മനസ്സിൽ ശ്രീമദ് ഭാഗവത ഗ്രന്ഥരചനയും ആ വിചാരങ്ങളും നിറഞ്ഞത്. അതിനു മുൻപ് 1149 ശ്ലോകങ്ങളുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. 2-ാം സ്കന്ധത്തിൽ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. ആ 1149 ശ്ലോകങ്ങളും ഒരു ഭാഗത്ത്. ഇത് കഴിഞ്ഞ് വ്യാസദേവൻ ഇത് അവസാനിപ്പിച്ചത് എവിടെയാ? കണ്ടുപിടിക്കാൻ വലിയ വിഷമാണ്. ശുകമഹർഷി പറയാനുള്ളതൊക്കെ പറഞ്ഞു. തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുമ്പ് സ്ഥാനം വിട്ടു. അദ്ദേഹം വന്ന ഉദ്ദേശം നടന്നു. തക്ഷകൻ വരാനും കടിക്കാനും നിന്നില്ല, ഒറ്റ പോക്കാ പോയി. മുണ്ടും തട്ടിപ്പോയി എന്ന് പറയും. അദ്ദേഹത്തിന് മുണ്ടുമില്ലല്ലോ, വസ്ത്രമില്ലല്ലോ. അവിടുന്ന് എണീറ്റൊരു ഒറ്റ പോക്ക്, ചന്തിയും കാണിച്ചുകൊണ്ട്. ഇതെനിക്കിതാ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന ഭാഗവതമാണ് എന്ന് പറഞ്ഞ് നിർത്തി. കഴിഞ്ഞില്ലേ അപ്പോൾ ഭാഗവതം വ്യാസൻ എഴുതിയത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? ഊവോന്ന് മനസ്സിലാവുന്നുണ്ടോ? വ്യാസൻ എഴുതിയ ഭാഗവതം കഴിഞ്ഞു.
അത് കഴിഞ്ഞ് 385 ശ്ലോകങ്ങളുണ്ട്, എൻ്റെ കണക്ക് തെറ്റല്ലെങ്കിൽ. 1149 ശ്ലോകങ്ങൾ അതിന് മുൻപും 385 ശ്ലോകങ്ങൾ അതിന് ശേഷവും അവിടുന്ന് അങ്ങോട്ട് സൂതൻ പറയണതാണ് മാർക്കണ്ഡേയൻ കണ്ട പ്രളയവും കാര്യങ്ങളുമെല്ലാം. അപ്പോൾ എല്ലാം കൂടി 1534 ശ്ലോകം 18,000 വ്യാസദേവൻ എഴുതിയതല്ല. അപ്പോൾ സ്വാമിജി എന്താ പറയണത്? ഇപ്പോൾ വ്യാസദേവനും അല്ലാത്തവരും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാക്കുകയാണോ? അല്ല. മഹാഗ്രന്ഥത്തെക്കുറിച്ച് ഞാൻ ആസ്വാദന രൂപത്തിൽ വിമർശനം ഉൾപ്പെടെ വിലയിരുത്തി സന്തോഷിക്കുകയാണ് ഞാൻ. എൻ്റെ മനസ്സിങ്ങനെ അതിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുക ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ. ഈ കൃഷ്ണൻ്റെ കുസൃതികളൊക്കെ കേട്ടാൽ നമുക്ക് സന്തോഷം വരുമോ ദേഷ്യം വരുമോ വടിയെടുത്ത് അടിക്കാൻ പോവോ നിങ്ങൾ? കൃഷ്ണൻ്റെ കുസൃതി ആയാലും അത് സന്തോഷമാണ്, അദ്ദേഹത്തിൻ്റെ തത്വപ്രവചനമാണെങ്കിലും അതും സന്തോഷമാണ്. പ്രായം പോലെ മനസ്സ് പോലെ ബുദ്ധി പോലെ ആസ്വാദന കാര്യക്ഷമത പോലെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഉൾക്കൊള്ളാം. അപ്പോൾ വേദവ്യാസൻ പറഞ്ഞതല്ല ഈ 2 ശ്ലോകങ്ങൾ എന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും നമ്മുടെ മഹർഷി തൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ സൂതൻ പറയുന്നുണ്ട്, അനവധി പുരാണങ്ങളുണ്ട്, എല്ലാം കൂടി 2 ലക്ഷമോ 4 ലക്ഷമോ ആണ് പുരാണത്തിലെ സംഖ്യ, ശ്ലോകസംഖ്യ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, അനവധി പുരാണങ്ങളുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് വരെ മറ്റുള്ള പുരാണങ്ങൾക്ക് സ്ഥാനമുള്ളൂ. ശ്രീമദ് ഭാഗവതം വായിച്ചു തുടങ്ങിയാൽ ബാക്കിയുള്ള പുരാണങ്ങൾ പിന്നെ വേണം തോന്നില്ല, രുചിക്കില്ല. സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ. പദങ്ങൾ തോറും അത് സ്വാദിഷ്ടമാണ്. ഓരോ ദിവസം ചെല്ലും തോറും അതിന് സ്വാദ് കൂടും. മദ്രാസിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു വനിതയുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പലപ്പോഴും ശ്രീമദ് ഭാഗവതം വായിക്കൂ എന്ന് പറയാറുണ്ട്. BA സാൻസ്ക്രിറ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളവളാണ്, കൂട്ടാക്കില്ല. അടുത്ത കാലത്ത് ഭാഗവതം ചൊല്ലിയിട്ടുള്ള ഒരാളുടെ അത് കേട്ടു പഠിക്കൂ എന്ന് പറഞ്ഞ് ഒരു സംഗീത ജാനകിരാമൻ എന്ന് പറഞ്ഞ ഒരാൾ വളരെ ഭംഗിയായി ഭാഗവതം ചൊല്ലിയിട്ടുണ്ട്. അല്പം സംഗീതത്തോടു കൂടി ഒരു വയലിനും ഉണ്ട് കൂടെ. വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 85, 90, 95 മാർക്ക് അക്ഷരശുദ്ധിക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാനത് വായിക്കാൻ പറഞ്ഞു, അത് വായിച്ചു. അപ്പോൾ എളുപ്പമായി. തന്നെ വായിച്ചിട്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കേട്ടുകൊണ്ട് വായിക്കുകയാണെങ്കിൽ ഒരു 20 തവണയോ 50 തവണയോ വായിക്കുന്ന ലാഘവം അവിടെ തോന്നും. അവൾ പറയുകയാണ്, സ്വാമിജി എന്നോട് പറഞ്ഞില്ലേ സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ. അങ്ങനെ തന്നെ എനിക്ക് തോന്നണത്, നല്ല സ്വാദുണ്ടെന്ന്. അങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം. അത് വായിൽ നിന്ന് വരുന്ന ഒരു അമൃതവർഷമാണ്, അത്ര വിശേഷപ്പെട്ടതാണ്. എന്നാൽ അത് ഉപായപ്പെട്ട ഗ്രന്ഥമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. അറിവുള്ളവർക്ക് ഭാഗവതം ഒരു പരീക്ഷയാണ്. ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില സന്ധികളുമെല്ലാം വേർതിരിച്ചെടുത്ത് അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അത് എഴുതാൻ ഒരു വേദവ്യാസൻ, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പരമഹംസൻ ഡബിൾ സ്ക്വയറായിട്ടുള്ള ഒരു മകനും ഇനി എന്തു വേണം? അത് കേൾക്കാൻ അത്യാവശ്യം വന്ന ഒരു പരീക്ഷിത്ത് മഹാരാജാവും. അത് കേട്ടിട്ടോ പരീക്ഷിത്തും പരമഹംസനായി. ഇനി നിങ്ങൾക്ക് എന്തു വേണം? എഴുതിയത് പരമഹംസൻ, പറഞ്ഞു കൊടുക്കുന്നത് പരമഹംസൻ സ്ക്വയർഡ്. അത് കേട്ട മഹാരാജാവും അന്നേ വരെ രാജവൃത്തിയിലിരുന്ന ആളാണ്. അദ്ദേഹം തപസ്സിന് പോയിട്ടില്ല, കുറേ കർമ്മങ്ങളൊക്കെ അശ്വമേധയാഗം ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പരീക്ഷിത്ത് അത് 7 ദിവസം കേട്ട് 7-ാം ദിവസം മുഴുവനാവുന്നതിന് മുൻപ് തക്ഷകൻ വന്ന് കടിക്കാൻ മുൻപേ തൻ്റെ ദേഹസ്മരണ പോലും വിട്ട് ഇന്ദ്രിയങ്ങളെ ലോകത്തിൽ നിന്ന് പിൻവലിച്ച്, മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിച്ച്, ബുദ്ധിയെ മനസ്സിൽ നിന്ന് പിൻവലിച്ച് അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ ചെന്ന് അമർന്ന് അലിഞ്ഞ് ഒന്നായിരുന്നു ആരെ? ഈ പരീക്ഷിത്ത്. തക്ഷകൻ വന്ന് കടിച്ചതും ആ കടിത്തീയിൽ നിന്ന് ഉയർന്ന തീയിൽ ദേഹം വെണ്ണീറായതുമെല്ലാം ബാക്കിയുള്ളവർ കണ്ട് പറയുന്നതൊഴികെ പരീക്ഷിച്ചത് മനസ്സിലാക്കിയില്ല, ഉണർന്നുമില്ല. ഞാൻ എപ്പോഴും പറയും, ഈ ശ്രീമദ് ഭാഗവതം മരണത്തെ കീഴടക്കിയ മഹാസ്ത്രമാണെന്ന്. മരണത്തെ കീഴടക്കുന്ന മഹാസ്ത്രമാണ് ഈ ശ്രീമദ് ഭാഗവതം. പരീക്ഷത്തിന് എന്ത് സംഭവിച്ചുവോ അത് നിങ്ങൾക്ക് ആർക്കും, എല്ലാവർക്കും, ഏവർക്കും ഇന്നും സംഭവിക്കാവുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സിനെ ശ്രീമദ് ഭാഗവതം അതിൻ്റെ തത്വകഥനത്തിലൂടെ, ഭഗവത് വർണ്ണനകളിലൂടെ, അതിലുള്ള പ്രാർത്ഥന, അതിലുള്ള സ്തുതി, അതിലുള്ള സംവാദം, അതിലുള്ള അവതരണം
എല്ലാറ്റിലൂടെയും നിങ്ങളുടെ മനസ്സിനെ വാരി കോരിയെടുത്ത് അമ്മാനെ ആടി അവസാനം ജീവൻ മുക്തി പദത്തിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു സാമർഥ്യം, ഒരു കഴിവ് ഈ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. എന്താണ് ഈ ശ്രീമദ് ഭാഗവതം? യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. വേറെ ആരെങ്കിലും പറയണോ? ഭാഗവതം തന്നെ പറയണം. യസ്മിൻ പാരമഹംസ്യം ഏകം അമലം ജ്ഞാനം പരം ഗീയതേ. പരമമായിരിക്കുന്ന ജ്ഞാനമാണ് അവിടെ പാടുന്നത്. പരമമായ ജ്ഞാനം. അതെങ്ങനത്തെ ജ്ഞാനം? പരമഹംസന്മാരെപ്പോഴും കൊണ്ടാടുന്നതും അവരുടെ ബുദ്ധിയിൽ നിർത്തുന്നതുമായ വിശേഷപ്പെട്ടത്. അതിനെ നമ്മൾ എന്തു വേണം? സത്യം പരം ധീമഹി. ശ്രീമദ് ഭാഗവതം ബുദ്ധിക്ക് നിർത്താനുള്ളതാണ്. വെറും മനസ്സിനുള്ളതല്ല, ബുദ്ധിക്കുള്ളതാണ്. ബുദ്ധി എന്ന് പറയണത് ആലോചനാമയമാണ്. മനസ്സ് ഭാവനിർഭരം, വികാരനിർഭരമാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ യുക്തിനിർഭരം, ആലോചന, വിചാരം, കാര്യകാരണ ചിന്തയാണ് ബുദ്ധിയുടെ മാർഗം. ഈ ലോകം പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നു. ഇതെവിടുന്ന് തുടങ്ങി എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മളാരും ഉണ്ടായിരുന്നില്ല യോഗോത്പത്തി സമയത്ത്, നമ്മളാരും ഉണ്ടാവില്ല ഇതിൻ്റെ സംഹാര പ്രളയകാലത്തും. എന്നാൽ മനുഷ്യബുദ്ധിക്ക് അറിയണം പ്രളയം എങ്ങനെ ഉണ്ടായിയോ ഉണ്ടാകും, എങ്ങനെയാണ് ഉത്പത്തി ഉണ്ടായത്. ഇത് രണ്ടും നമുക്കറിയണം. നമുക്ക് സാധിക്കും ബുദ്ധിയുടെ സഹായത്താൽ, ബുദ്ധിയുടെ നേതൃത്വത്താൽ, ബുദ്ധിയുടെ കാര്യകാരണ വിചിന്തന കുശലതയാൽ നമുക്ക് സാധിക്കും. അതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശേഷം. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു പോയി ഒരു ജ്ഞാനയോഗമാണ് അവസാനം അന്തിമോപദേശത്തിൽ ഉദ്ധവനെ ഉദ്ബോധിപ്പിക്കുന്നത്. ഉദ്ധവനെ എന്ത് ചെയ്തു? അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചു. ആത്മജ്ഞാനം ഉപദേശിച്ച് പടക്കളത്തിൽ വെച്ച് 2.5 മണിക്കൂർ സമയമെടുത്തു. 18 അധ്യായങ്ങളാണ്. ദ്വാരകയിലിരുന്ന് കൃഷ്ണൻ എന്ത് ചെയ്തു? ഉദ്ധവനെ നോക്കി ഏകാന്തമായി സംസാരിച്ചു കൊണ്ടിരുന്നു. കൃഷ്ണൻ അർജുനനോട് സംസാരിക്കുമ്പോൾ 45 ലക്ഷം പടയാളികളാണ് ചുറ്റും അക്ഷമരായി തുറച്ചു നോക്കി നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. സമുദ്രത്തിൻ്റെ ഉള്ളിലാണ് ദ്വാരക. അതിൻ്റെ ഉള്ളിൽ തൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ആര്? കൃഷ്ണൻ. അപ്പോഴാണ് ഉദ്ധവൻ വന്നത്. ഉദ്ധവൻ വന്ന് പറഞ്ഞത്, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം. അരനിമിഷം പോലും എനിക്ക് അകന്നിരിക്കാൻ പറ്റില്ല. ഇത് ഗ്രഹപ്പഴയായല്ലോ അപ്പാ. ഞാൻ തന്നെ പോണത് എവിടെയാണെന്നറിയില്ല, ഇനി കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഒരു കുട്ടിക്ക് പുറമെ ഇരട്ട ജനിച്ചു എന്ന് വരാം. പക്ഷെ ഒരാൾ പോകുമ്പോൾ വേറൊരാളെ കൊണ്ടുപോവുക, കേട്ടിട്ടുണ്ടോ? അത് ആരെങ്കിലും പോണുണ്ടോ? പോണത് അറിയാമോ? ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ഇന്ന വഴിക്കാ പോണേട്ടോ, നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടുപോകാമെന്ന്? വല്ലവരും കേട്ടിട്ടുണ്ടോ അത്? അപ്പോൾ എന്താ ചെയ്യുക? ഉദ്ധവൻ്റെ മനസ്സിന് വിഷമം. അപ്പോൾ ഉദ്ധവ ഒരു കാര്യം ചെയ്യൂ, ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉദ്ധവനാ പോയി കളയൂ. കൃഷ്ണൻ്റെ കൗശലേ നിങ്ങൾ ആലോചിക്കില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ പോണതിലല്ലേ ഉദ്ധവന് വിഷമം. അപ്പോൾ ഞാനുള്ളപ്പോൾ തന്നെയാ പോയി കളയൂന്ന്. അയ്യോ, അങ്ങ് പറഞ്ഞ മാതിരി കൊണ്ടു നടത്തണവനാ ഞാൻ. പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. അതിന് മോഹവും ഭ്രമവും സ്വജനപാശവുമാണ് എനിക്ക് തടസ്സം. ഇത് മുഴുവനും ഉള്ളിൽ കടന്ന് നുഴഞ്ഞു കയറി നിഷ്കാസനം ചെയ്ത് തുടച്ചു മാറ്റി ഉന്മൂലനം ചെയ്ത് എൻ്റെ മനസ്സിനെ പവിത്രമാക്കി പരിശുദ്ധമാക്കി ആനന്ദ നിർഭരമാക്കി ആകാംക്ഷകൾ നീങ്ങി ആകാശസമം വിശാലത കൈവന്ന് എന്നെ പറഞ്ഞയക്കാറാക്കണം എന്ന് പറഞ്ഞൊരൊറ്റ ചോദ്യ. അവിടെ പടക്കളത്തിൽ വെച്ച് അർജുനന് അധ്യാത്മജ്ഞാനം ഉപദേശിച്ച് ആ അർജുനൻ്റെ സങ്കടവും ഭയവും മോഹവും നീക്കി താഴത്ത് വെച്ച അമ്പും വില്ലും സങ്കോചമില്ലാതെ കയ്യിലെടുപ്പിച്ച അതേ കൃഷ്ണൻ ഇതാ ഈ ഉദ്ധവനെ കൊണ്ട് കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതാ തിരിഞ്ഞു നോക്കി മെതിയടികൾ തലയിൽ വെച്ച് ബദരികാശ്രമത്തിലേക്ക് പോകണു. പാവം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? ഭാവനാശക്തിയുണ്ടോ? ഒന്ന് പ്രയോഗിക്കും. അതേ കൃഷ്ണനാണ് ഉപദേശിച്ചത്. അവിടെ യുദ്ധം ചെയ്യിക്കാൻ, ഇവിടെ എല്ലാം വിട്ടു പോകാൻ, പോപ്പിക്കാൻ. ആ പോപ്പിക്കാനും ഇതേ കൃഷ്ണന് സാധിച്ചു. രണ്ടിനും ഉപയോഗിച്ചത് ഒരേ അധ്യാത്മശാസ്ത്രമാണ്. ഒരേ അഗ്നി കൊണ്ടാണ് നമ്മൾ പാല് തിളപ്പിക്കുന്നത്, നിവേദ്യ ഉപഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതേ അഗ്നി കൊണ്ടാണ് വെടുപ്പും വൃത്തികേടും ദഹിപ്പിക്കുന്നത്. നമ്മുടെ ശവം പോലും ദഹിപ്പിക്കുന്നത് അഗ്നി കൊണ്ടാണ്. അതേപോലെ
ബഹുമുഖ സ്വാധീനവും ബഹുമുഖ ഫലവും ബഹുമുഖ നേട്ടങ്ങളുമാണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ശാസ്ത്രത്തിനും സന്ദേശത്തിനും മൂല്യത്തിനും. അർജുനോട് പറഞ്ഞത് 18 അധ്യായമാണെങ്കിൽ ഉദ്ധവനോട് പറഞ്ഞത് 24 അധ്യായ. എല്ലാം വിട്ടങ്ങോട്ട് പോണ്ടേ. ഉദ്ധവൻ പറഞ്ഞു, ഞാൻ പോയിക്കളയാം, എനിക്കൊരു ചെറിയ ആവശ്യമേ ഉള്ളൂ. എന്താ അത്? അങ്ങയുടെ മെതി അടികൾ 2 എനിക്ക് വേണം. ഞാനൊരു കൊച്ചു കുട്ടിയെ പോലെ, അച്ഛൻ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അച്ഛൻ്റെ എന്തെങ്കിലും ഒന്ന് മാറത്ത് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് എനിക്ക് കിടക്കാമല്ലോ എന്ന് കുട്ടി പറയുന്ന പോലെ മെതിയടി ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു. അത് കൊടുത്തു. അത് തലയിൽ വെച്ച് തിരിഞ്ഞു നോക്കി ഉദ്ധവൻ പോവുക. ഇപ്പോഴും ഭക്തജനങ്ങളുടെ മനസ്സിൽ ഉദ്ധവൻ നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ അളകനന്ദയിൽ കുളിച്ചുകൊണ്ട് ആ ഹിമവാനിൽ വന്നടിക്കുന്ന ശീതളമായ കാറ്റേറ്റ് പരിശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് ഇപ്പോഴും ഉദ്ധവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിൽ അവിടെ പോവാം ആവശ്യം വരുമ്പോൾ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ചരിത്രമാണ് ഇവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ഈ ഭാഗവതത്തിൽ പറയുന്നത് മുഴുവൻ വസ്തുനിഷ്ഠമാണോ ചോദിച്ചാൽ അല്ല, ആവേണ്ടതുമില്ല. പക്ഷേ ഭാഗവതം വസ്തുനിഷ്ഠമാണ്. ഇത് വേദവ്യാസൻ എഴുതിയതാണ്. അതിൽ കുറേ ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കൂട്ടിച്ചേർത്തത് തർക്ക വിഷയമല്ല. അത് ഈ ശ്രീമദ് ഭാഗവതത്തിനെ കൂടുതൽ അലങ്കൃതമാക്കാനും ധന്യമാക്കാനും വേണ്ടിയാണ്. പാലിൽ വെള്ളം എന്നതുപോലെ എല്ലാ ശ്ലോകങ്ങളും അതിൽ ഇഴുകിച്ചേർന്ന് ആരെഴുതിയില്ല ആ വ്യത്യാസത്തിനോ ചിന്തയ്ക്കോ സ്ഥാനം കൊടുക്കാത്ത തരത്തിൽ ഭംഗിയായി കൂടിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഒരു വശം അതിൻ്റെ പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കട്ടെ, ചിന്തിക്കൂ. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ യുക്തിസഹമായി എഴുതിയ ശാസ്ത്രങ്ങളാണ്. ശാസ്ത്രങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ ആരും സ്വീകരിക്കരുത്. ബൃഹസ്പതി പറയാണ്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞത് യുക്തിസഹമാണെന്ന് തോന്നിയാലേ നിങ്ങൾ സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞോളൂ എന്നാ. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു ശ്രീമദ് ഭാഗവതം, അതിനെക്കുറിച്ച് ആർക്ക് എത്ര പറഞ്ഞാലും അത് മതി വരില്ല, അധികമായി എന്ന് വരില്ല. അങ്ങനെയുള്ള ഒരു വേദിയാണ് നമ്മുടെ നൈമിഷാരണ്യത്തിൻ്റെ വേദി. ഇതിൽ വരുന്ന പ്രവക്താക്കൾക്ക് എല്ലാവർക്കും നല്ല നല്ല സരസ്വതി വിലാസം ഉണ്ടാകട്ടെ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് പറന്നു കയറി അതിൻ്റെ വിശാലതയിലേക്ക് ലയിച്ചു ചേർന്ന് അതിൻ്റെ ആ വൈഭവം മുഴുവനും പുറത്തു കൊണ്ടുവരാൻ പറ്റിയ തരത്തിൽ പ്രവക്താക്കൾ വന്ന് ഈ മേടയിലിരുന്ന് ജനങ്ങളെ, ശ്രോതാക്കളെ ഉദ്ബുദ്ധരാകട്ടെ. ഒരു പ്രവക്താവ് വേണം നിശ്ചയിക്കാൻ. നമ്മുടെ മുൻപിലുള്ള ശ്രോതാക്കളുടെ മനസ്സിനെ എങ്ങനെ ഞാൻ കവർന്നെടുക്കും, അതിനെ എങ്ങനെ ഞാൻ നയിക്കും, എങ്ങോട്ട് കൊണ്ടുപോയി കെട്ടും, അവരിൽ എന്ത് ലാഭം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രവക്താവ് നിശ്ചയിക്കേണ്ടതാണ്. ഇവിടെ വരുന്ന ശ്രോതാക്കൾ പണയം എഴുതിയതുപോലെ എഴുതി കൊടുത്തിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിനെ വേണ്ടതുപോലെ അതിൽ പ്രവേശിച്ച് അതിനെ സ്വാധീനിച്ച് അതിനു വേണ്ട മഹിമകളും ധന്യതകളും പ്രാബല്യങ്ങളും സ്വാധീനങ്ങളും എന്തെല്ലാം നേട്ടങ്ങളോ ഔന്നത്യങ്ങളോ ഉണ്ടോ അതെല്ലാം ഉണ്ടാക്കിക്കൊടുത്ത് അവരെ ധന്യരാക്കി തീർക്കേണ്ട ഒരു വിശേഷപ്പെട്ട ദൗത്യമാണ് ഈ പ്രവക്തൃപീഠത്തിനുള്ളത്. അത് മനസ്സിലാക്കി എല്ലാവരും ഇവിടെ വന്ന് പരീക്ഷത്തിൻ്റെ അടുത്ത് ഒരു ശുഗമഹർഷി വന്ന് പെട്ടതുപോലെ പലരും ഇവിടെ വന്നെല്ലാം വേണ്ടതുപോലെ നന്നാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളോട് പറഞ്ഞു. ഇത്തവണ എഴുതിയിട്ടുള്ളത് പരിവ്രജന പരമ്പരയിലെ അവസാനത്തെ പുസ്തകമാണ്. ശ്രീമദ് ഭാഗവതം പരിസമാപിക്കുമ്പോൾ, എഴുതേണ്ടത് പരിസമാപിച്ചപ്പോൾ ദാ, പക്ഷേ അതിനൊരു ഭൂതകാല ശബ്ദം ക്രിയാപദം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പരിസമാപിക്കുമ്പോൾ എന്ന് എഴുതിയത്. അതിൻ്റെ എല്ലാ ടൈറ്റിലും ഒന്നിലോ ഇൽ എന്ന് വെച്ചിട്ടാണ് സർവ്വ ടൈറ്റിലും കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി 3350 പേജ് ഞാൻ എഴുതി കാണും. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹിത രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഭാഗവതം എല്ലാവരും വായിക്കില്ല, ബുദ്ധിമുട്ടുമാണ്, പ്രവക്താക്കൾ വായിക്കുന്നതൊഴികെ. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണം എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ അതിനൊരു തത്വകഥന സംഗ്രഹം എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുൻപിൽ. അതൊരു 100 ചില്ലാനം പേജുണ്ട്. എന്താണ് ഈ ശ്രീമദ് ഭാഗവതം, എന്ത് തുടങ്ങി, അതിൻ്റെ ഗ്രന്ഥകർത്താവ് നമ്മളെ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു.
എനിക്ക് എൻ്റെ ആശ്രമത്തിൽ ഞാൻ കുറേ കാലമായി പറഞ്ഞു തുടങ്ങിയിട്ട് കൃഷ്ണൻ്റെ ബാലലീലകളെ പറ്റി ഒരു ദിവസമെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന്. അപ്പം ഞാൻ അപ്പം തന്നെ പറയും, ഞാൻ ഈ ബാലലീലകളെ പറ്റി പറയാൻ അർഹപ്പെട്ടവനാണോ എന്ന്. എന്താ സ്വാമിജി പറയണേ? എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ? ഞാൻ പറഞ്ഞാൽ ശരിയാവോ? അപ്പം നമ്മുടെ മാ ഗുരുപ്രിയോട് പറഞ്ഞു, അമ്മ ഒന്ന് സഹായിക്കണമെന്നെ. ഈ ബംഗാളിൽ ചില ഭക്തന്മാർ ഈ കൃഷ്ണൻ്റെ ബാലലീലകളെപ്പറ്റി ഭാവനാരൂപത്തിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കണതെന്നറിയോ? അത് ബംഗാളി ആയതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനിരുന്നാൽ അവരിങ്ങനെ പറയും, ഞാൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോട്ട് എഴുതിയുണ്ടാക്കും. അങ്ങനെ ആയിട്ടൊരു കുറച്ച് ദിവസം 2-3 ദിവസം ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെക്കൊണ്ട് പറയാനാവുമോ എന്നറിയില്ല. എനിക്ക് ഇക്കൊല്ലം ഈ വേദിയിൽ ഒരു ദിവസമെങ്കിലും കൃഷ്ണൻ്റെ ബാലലീലയെ പറ്റി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ എന്തു പറയണു? അപ്പം ഞാൻ അതിന് പറ്റിയിട്ടുള്ള ഈ കൃഷ്ണഭാവനകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പല ശ്ലോകങ്ങളും മനസ്സിലൊക്കെ വന്ന് എഴുതിയെടുത്ത് അങ്ങനെ ആ ഒരു മൂഡിലിങ്ങനെ ഇരിക്കുക, ആ ഒരു സ്രോതസ്സിൽ ചെന്ന് പെട്ടിരിക്കുക. അപ്പോൾ അത് എന്നാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. എത്രയും വൈകിട്ടായി കളയാം. അതുകൂടാതെയും എനിക്ക് സംസാരിക്കാനുണ്ട്. പിടിപ്പതും ജോലിയും തിരക്കുമുള്ള ആളാണ്. അതുകൊണ്ട് ഒരു ദിവസം സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് നിങ്ങൾ എത്രയും പേര് ഇവിടെ വന്ന് കേൾക്കണമെന്നുണ്ട്. കൃഷ്ണൻ്റെ ബാലലീലയാണ് പറയാൻ പോകുന്നത്. മിക്കവാറും പറയാൻ പോണത് ഒരല് പിടിച്ച് കെട്ടിയിട്ടുള്ള കഥയാണ്. ദാമബന്ധനം എന്നൊക്കെ പറയും. അപ്പം ഒരല് പിടിച്ച് കെട്ടിയത് പെട്ടെന്ന് കെട്ടിയതൊന്നുമല്ല കൃഷ്ണനെ. അതിന് വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൽ വെറും നമ്മൾ ഒരു കൃഷ്ണനെ തന്നെ നമുക്ക് ഉണ്ടാക്കി മഹാഭാരത കൃഷ്ണനെ ശ്രീമദ് ഭാഗവത കൃഷ്ണനാക്കാൻ എന്താണ് കാരണം? നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. മഹാഭാരതത്തിലാണ് ഈ കൃഷ്ണൻ ആദ്യമായി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. മനുഷ്യകൃഷ്ണൻ പാണ്ഡവന്മാരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ സഹായിയായി സഖാവായി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് നുണ പറയേണ്ടയിടത്ത് പറയിപ്പിച്ച് സ്വയം പറഞ്ഞ് ബുദ്ധിമുട്ടുള്ള ക്ലിഷ്ടമായ മഹാഭാരത യുദ്ധം ജയിപ്പിച്ചത് കൃഷ്ണനാണ്. അങ്ങനെയുള്ളൊരു കൃഷ്ണനെ ജനങ്ങളുടെ മുൻപിൽ എല്ലാവർക്കും കൊതി തോന്നുമാറ് ആ കൃഷ്ണൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്തുതിക്കണം, സന്തോഷിക്കണം, ആരാധിക്കണം, മനസ്സിലിങ്ങനെ ആനന്ദം നുകരണം, ആത്മാഹ്ലാദ ഭരിതരായി ആ ആനന്ദസാഗരത്തിൽ ഊളയിട്ട് ഇങ്ങനെ കഴിയണം എന്ന് വിചാരിച്ച് ആ ജനിക്കുന്നതിന് മുൻപ് തന്നെ അശരീരിവാണിയോടുകൂടി ജയിപ്പിച്ചു. അജയ്യമായ കൃഷ്ണജന്മം മുൻകൂട്ടി നിങ്ങളെ അറിയിക്കുന്നു. എൻ്റെ കംസ, നിനക്ക് എന്തെല്ലാം പറ്റുമോ അത് മുഴുവനും നോക്കിക്കോളൂ. ഈശ്വരൻ്റെ കാര്യത്തിൽ ഒളിവില്ല, ഒക്കെ തുറന്നതാണ്. തുറന്ന ഈശ്വരനായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ വയ്യ. സർവ്വദിക്കിലുമുണ്ട്, എന്നാൽ ഒരിടത്തും ഒരാൾക്കും കിട്ടുന്നില്ല. ഇങ്ങനെയുണ്ടോ അപ്പം ഒരു രഹസ്യം? തുറന്ന രഹസ്യം എല്ലാ ദിക്കിലുമുണ്ട്. ഒളിഞ്ഞിരിക്കാത്ത ഈശ്വരന, എന്നാൽ കണ്ടവരാരോട്ടും ഇല്ലേനും, കാണാൻ വിഷമാണ്. അപ്പം ആ അജയ്യമായിരിക്കുന്ന പ്രഭാവത്തെ ചെറുപ്പം മുതൽക്ക് തന്നെ അതിന് എത്രയെല്ലാം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമാണ് ആദ്യമേ മുതൽക്ക് സഹിച്ചത്. കൃഷ്ണൻ ജനിച്ചത് എങ്ങനെയാണ്? അശരീരിയോട് കൂടിയിട്ടാണ്. എന്നിട്ടോ വസുദേവൻ പറയാണ്, മഹാവിഷ്ണുവിനെ ഞാൻ ഉപാസിച്ചു, എൻ്റെ മുൻപിൽ വന്ന് നിൽക്കണു ചതുർഭുജധാരി, എല്ലാം നൽകാൻ തയ്യാറാണ്, മോക്ഷവും തരാൻ. എന്നിട്ട് എൻ്റെ നാരദ മഹർഷിയെ ഞാൻ ചോദിച്ചു പോയി, എനിക്കൊരു തെറ്റുപറ്റി, അങ്ങൻ്റെ കുട്ടിയായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു പോയി. ഒന്നും മിണ്ടിയില്ല, ഒന്ന് ചിരിച്ചു പോയി മഹാവിഷ്ണു. എന്നിട്ടോ കുട്ടിയായിട്ട് ജനിച്ചതാണ്. 8ാമത്തെ കുട്ടിയായി. ആദ്യത്തേതായിട്ട് ജനിച്ചൂടെപ്പാ 8 ഓരോന്നിനെയും തച്ചുടയ്ക്കാനായി കംസന് കൊടുത്തു. ആ ദേവകിയുടെ മനസ്സിൽ എത്ര ദുഃഖമുണ്ടാവും. വസുദേവനാണ് ഓരോ കുട്ടിയെയും കൊടുത്തത്. ആർക്ക്? ബ്രദറിൻലോവിന്. കുട്ടിയായിട്ട് ജനിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. എന്നിട്ട് അവസാനത്തെ കുട്ടി ജനിച്ചപ്പോൾ കുട്ടി ചിരിച്ചുകൊണ്ട് പറയുക, ഇതൊന്നും പറഞ്ഞില്ല, ഈ മിനിറ്റിൽ തന്നെ അമ്പാടിക്ക് കൊണ്ടുപോകും, കൊട്ടയിൽ വെച്ച് കൊണ്ടുപോകും. പോകുന്ന സമയത്ത് ഇരുട്ടാണെന്ന് പറയരുത്, ഇടിവെട്ടുണ്ടെന്ന് പറയരുത്, മിന്നലുണ്ട്, മഴയുണ്ടെന്ന് പറയരുത്, ഞാനാണ്, കൊണ്ടുപോയിക്കോളൂ. അവിടെ കൊണ്ടുപോയി കിടത്തി യശോദ പോലും അറിയാതെ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് കംസനെ കൊല്ലാനായിട്ട് കൊടുക്കണം.
കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. അബദ്ധം പറ്റിക്കരുത്. അതുപോലെ ഭഗവാനോട് മാത്രം ചോദിച്ചു പോകരുത് ഇന്നത് എന്ന് പറഞ്ഞു. കുട്ടിയായിട്ട് ജനിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ? വളർത്തണം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ പോവായി, എന്നെ വളർത്താൻ യശോദയാണ്. അവിടെ കാട്ടിൽ പശുക്കളുടെ വാലും പിടിച്ച് അവരുടെ പൊടിയിൽ പെരണ്ട് ഉരുണ്ട് കാട്ടിൽ ചെന്ന് കോപന്മാരോട് കൂടി കൂട്ടായി വളരാം, എനിക്ക് ഉപനയനവും വേണ്ട, വേദാധ്യയനവും വേണ്ട, രാജകുമാരനാണ് ഞാൻ, വളരുന്നത് കാട്ടിലാണ്, കാട്ടിൽ വളർന്ന് എൻ്റെ നന്മയ്ക്കൊരു കോട്ടം വരാതെ എൻ്റെ ഉൾസമ്പത്തിന് മഹിമ കൂട്ടിക്കൊണ്ടുവന്ന് 2 പേരുടെ പുത്രനായി ഞാൻ വളരും. ദേവകി നന്ദനനോ അതോ യശോദാ വത്സലനോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒറ്റ കുട്ടി, 2 അമ്മമാർ, 2 പേരുടെ മനസ്സിനെയും ഞാൻ അമ്മത്തം നൽകി നിറയ്ക്കും എന്ന് പറഞ്ഞ് അവിടെ പോയി വളർന്ന് ആ വിശേഷപ്പെട്ട ഒരു ജന്മം. നമ്മുടെ മഹർഷിമാർ, നമ്മുടെ ചിന്തകന്മാർ, നമ്മുടെ തപസ്വികൾ, നമ്മുടെ യോഗിവര്യന്മാർ, നമ്മുടെ തത്വജ്ഞാന പ്രതിഭകൾ, ഇവരെല്ലാവരും കൂടി നമുക്ക് തന്ന ഒരു കുട്ടിയാണപ്പാ. ആ കുട്ടിയുടെ ലീലയാണ് ഈ ഭാഗവതത്തിൽ ഒരളവ് വരെ വർണ്ണിച്ചിരിക്കുന്നത്. അതിനെ ചൊല്ലി എത്ര എന്തൊക്കെ എഴുതിയിരിക്കണമെന്നറിയാമോ? ഞാൻ ഹിന്ദിയിൽ വല്ല ലിറ്ററേച്ചറും ഉണ്ടോ ഇപ്പം തന്നെ 2 മണിക്കൂറിൽ തിരഞ്ഞ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അവരെന്തോ അയച്ചു തന്നത് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വതവേ തത്വം പറയുന്ന ആളാണല്ലോ, ബാലലീല പറയണില്ല. എന്നാൽ എനിക്കൊന്ന് പറയണമെന്നൊരു കുട്ടിക്കുറുമ്പ്. ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം, വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ഞാൻ തൽക്കാലം നിർത്തട്ടെ. ഹരി ഹരി ഓം തത്സ. ജയ ഗുരു. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീന ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരി ഓം ഹരി. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമാപന ഓംകാരം കൂട്ടായി ജപിക്കുക, ഒരു തപസ്. എല്ലാ കാര്യവും ഭംഗിയായി വേണ്ടതുപോലെ നടക്കട്ടെ. നിങ്ങളുടെ മനസ്സ് നല്ല പോലെ നിറയട്ടെ. ആപ്തകാമന്മാരും ജന്മസാഫല്യമുള്ളവരുമായി തീരും. ഞാൻ എല്ലാവരെയും മനസ്സ് ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഓംകാരം ജപിക്കാം. ഓ